ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധി ഇവിടെ കുറെ തവണയായി പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കണമെന്ന് കേട്ടു. ഈ പോറ്റി അവിടെ വന്നത് ഒരു പരികർമ്മിയായിട്ടാണ്, പരികർമ്മിയുടെ സഹായിയായിട്ടാണ്. അത് LDF ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നുള്ളത് പോറ്റിയുടെ ജീവചരിത്രം മനസ്സിലാക്കുന്ന റിപ്പോർട്ടുകൾ വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പരികർമ്മിയായി മാറി. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു കീഴ്ശാന്തിക്ക് സഹായം ചെയ്യുന്ന ആളായി മാറി. അങ്ങനെയാണ് അദ്ദേഹം കടന്നു വരുന്നത്. ഈ പറയുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് സ്വർണം എടുത്തു കൊടുക്കാൻ ഒരു രേഖ കൊടുത്തതായിട്ടോ, പോറ്റിയെ സ്പോൺസർ ആക്കിയതായിട്ടോ, അരവണ കൊണ്ട് ഏതെങ്കിലും മുതലാളിയുടെ വീട്ടിൽ കൊടുത്തോ, പ്രസാദം കൊടുത്തോ എന്നുള്ളതിനപ്പുറമായിട്ട്, പൂജിച്ച ചരട് കൊടുത്തോ എന്നുള്ളതിനപ്പുറമായി ശബരിമലയിലെ സന്നിധാനത്തെ ഏതെങ്കിലും സ്വർണം എടുത്തുകൊണ്ട് പോകാനുള്ള ഏതെങ്കിലും ഒരു രേഖ കൊടുത്തതായിട്ടോ, ഏതെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് കൊടുത്തതായിട്ടോ, സന്നിധാനത്തെ ഏതെങ്കിലും സാധന സാമഗ്രികൾ ഈ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടതായിട്ടുള്ള ഏതെങ്കിലും വിവരം ഈ ദേവസ്വം ബോർഡിന്റെ കയ്യിലോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ കയ്യിലോ ഈ സർക്കാരിന്റെ കയ്യിലോ ഉണ്ടോ? ഇപ്പൊ നാളെ കുറെ ആയാലോ ഈ ആരോപണം നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട്. അന്ന് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പുറത്തുവിടാൻ സാധിക്കുമോ? അങ്ങനെയൊന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് ശബരിമലയിലെ സ്വർണം കളവ് പോയതായി ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്? അത് 2019 പ്രധാനപ്പെട്ട കളവ് പോയതായി കോടതി പറയുന്നത്. അതിന്മേലാണ് ഇപ്പോൾ FIR ചാർജ് ചെയ്തിരിക്കുന്നത്. 2019 തന്നെ കളവ് പോയതായി പറയുമ്പോൾ ആരാണ് ഈ കളവിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത്? അത് ബഹുമാനപ്പെട്ട കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതിന്റെ ഗൂഢാലോചനയുടെ ആദ്യത്തെ പ്രതി എന്ന് പറഞ്ഞാൽ ശ്രീ N വാസുവാണ്. കാരണം ഗോൾഡ് പ്ലേറ്റഡ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റഡ് എന്ന ലെറ്റർ എഴുതി അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൊടുത്തതോടു കൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചന നടന്നത് എന്ന് ഇവർ തന്നെ പറഞ്ഞ കോടതി വിധികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കുറ്റക്കാരൻ ആരാണ്? N വാസുവാണ്. രണ്ട്, ഈ N വാസു കൊടുത്ത അതേ റിപ്പോർട്ട് ഗോൾഡ് പ്ലേറ്റഡ് ആണ് എന്ന് അറിഞ്ഞിട്ടും കോപ്പർ പ്ലേറ്റഡ് ആക്കി കൊടുത്ത പത്മകുമാർ ആണ് ഈ പോറ്റിക്ക് വേണ്ടി രണ്ടാമത്തെ രേഖ തിരുത്തിയത് എന്നുള്ളത് വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഗൂഢാലോചനക്കാരൻ ആരാണ്? പത്മകുമാറാണ്. ഇവർ രണ്ടുപേരും ഇന്ന് എവിടെയാണ്? ഇവർ രണ്ടുപേരും ഇന്ന് ജയിലിലാണ്. ആവർത്തിച്ചുള്ള ജാമ്യാപേക്ഷ കൊടുത്തിട്ടും ജയിലിൽ കിടക്കുന്ന ഈ രണ്ടുപേർ കോടതി വിധികളെല്ലാം ശരിയാണെന്ന് പറയുമ്പോഴും ഈ SITയുടെ അന്വേഷണം മുഴുവൻ ശരിയാണെന്ന് പറയുമ്പോഴും ഈ രണ്ടുപേർ കുറ്റക്കാരാണ് എന്ന് പൊതുജന സമൂഹത്തിനും കോടതിക്കും SITക്കും ബോധ്യം വന്നിട്ടും ഇന്നും എന്തുകൊണ്ടാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിന് ബബ്ബയാണ് ഉത്തരം. എന്തുകൊണ്ടാണ് വാസുവിനെ CPM പുറത്താക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ബബ്ബയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സഖാക്കളാണ് അവിടെ സ്വർണം മോഷ്ടിച്ചത് എന്ന് കോടതിയും SITയും പൊതുജന സമൂഹവും പറഞ്ഞിട്ട് CPM നടപടിയെടുത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരെ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യതയും നിങ്ങൾക്ക് മറച്ചുപിടിക്കാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ട്, എന്നാണ് ഇപ്പൊ കോൺഗ്രസിന്റെ എന്തോ സഹായം കിട്ടിയെന്നാണല്ലോ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത്. 2019 പത്മകുമാറിനോട് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടാണോ രേഖ തിരുത്തിയത്? 2019 പോറ്റിയുടെ കയ്യിൽ സ്വർണം കൊടുത്തുവിട്ടത് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടാണോ? 39 ദിവസം കഴിഞ്ഞ് ദ്വാരപാലക ശില്പം ചെന്നൈയിലെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോ 39 ദിവസം എവിടെയാണെന്ന് ദേവസ്വം ബോർഡ് ചോദിക്കാത്തത് അടൂർ പ്രകാശ് പറഞ്ഞിട്ടാണോ? ഇല്ലെങ്കിൽ കൊണ്ടുപോയ സ്വർണവും കൊണ്ടുവന്ന സ്വർണവും തമ്മിൽ 4 കിലോയുടെ വ്യത്യാസം ഉണ്ടായിട്ട് അത് മഹസറിൽ രേഖപ്പെടുത്താത്തത് അത് അടൂർ പ്രകാശ് പറഞ്ഞിട്ടാണോ? ഇല്ലെങ്കിൽ ആ മഹസറിൽ രേഖപ്പെടുത്തിയതിന് ശേഷം 2021 അത് രേഖപ്പെടുത്തിയതിന് ശേഷവും 2025 വീണ്ടും പോറ്റിയുടെ കയ്യിലിട്ട് ഈ സ്വർണം ഇതേ ഗോൾഡ് പ്ലേറ്റിങ്ങിന് വേണ്ടി ഇതേ തട്ടിപ്പിന് വേണ്ടി കൊടുത്തുവിട്ടത് ഏത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാണ്? അതും ഈ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് എല്ലാവിധ സൗകര്യവും ഏത് ചെയ്തു കൊടുത്ത സ്വർണത്തിന്റെ ബാക്കി വന്നത് ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോ വാസു പറഞ്ഞു എന്നാ പോയി ചെയ്യാൻ പറഞ്ഞത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടാണോ? എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സോദര മനസ്സിലാക്കേണ്ടത് ഈ സ്വർണം കട്ടത് ആരപ്പ എന്ന് ചോദിച്ചാൽ സഖാക്കളാണ് അയ്യപ്പ എന്ന് കോടതിയും SITയും പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ അവരെ പുറത്താക്കാത്തത് കൊണ്ട് കേരളത്തിൽ നിങ്ങളടക്കം ഇന്ന് ചോദ്യമുനയിലും ഇല്ലെങ്കിൽ നിങ്ങളടക്കം പ്രതികളായി മാറുകയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്ന്, സോണിയാഗാന്ധിയുടെ കാര്യം ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ ഇപ്പോ ശ്രീ നിഷ എത്രയോ
വലിയ ക്രിമിനലുകൾ, അതായത് റേപ്പ് കേസിലെ പ്രതികൾ, കൊലപാതക കേസിലെ പ്രതികൾ, എത്രയോ BJP നേതാക്കന്മാരുടെ കൂടെ ഫോട്ടോ എടുത്ത ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റെസ്ലിംഗ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാമല്ലോ, ഡൽഹിയുടെ തെരുവോരങ്ങളിൽ റേപ്പ് കേസിലെ പ്രതികൾ BJP നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ എത്രയോ ആളുകൾ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന ആളുകൾ മുഴുവൻ ഈ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ഇനി രണ്ടാമത്തെ കാര്യം, സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒരു വലിയ സംഘം ആളുകൾ ചെല്ലുന്നു. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണ പോറ്റി 2017-18 വരെ നമ്മുടെ അറിവിൽ, ഇടതുപക്ഷ സർക്കാരിന്റെ അറിവിൽ, മാധ്യമങ്ങളുടെ അറിവിൽ നമുക്കാർക്കും അയാൾ ഒരു കുറ്റം ചെയ്തതായി എനിക്കോ നിങ്ങൾക്കോ ബോധ്യമില്ല. അങ്ങനെ ശബരിമലയിലെ കീഴ്ശാന്തി ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു സംഘം ആളുകളുമായി സോണിയാഗാന്ധിയെ കാണണമെന്ന് പറയുമ്പോൾ ഒരു MP എന്നുള്ള നിലയിൽ, അതും പത്തനംതിട്ടയിലെയും അതും കോന്നിയുടെ MLA ആയിരുന്ന ആറ്റിങ്ങലിന്റെ MP എന്നുള്ള നിലയിൽ അവരോടൊപ്പം പോയി എന്താ തെറ്റുള്ളത്? നിങ്ങളൊന്ന് പറ. ഇവർ എന്തെങ്കിലും കുറ്റം ചെയ്ത FIR ഉണ്ടായിരുന്നോ? കുറ്റം ചെയ്തതായി മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നോ? കുറ്റം ചെയ്തതായി 2016 കയറിയ ഇടതുപക്ഷ സർക്കാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഘം, ശബരിമലയിലെ ഒരു വലിയ സംഘം, ഈ പറയുന്ന 2-3 വ്യക്തികൾ മാത്രമല്ല, 7-8 വ്യക്തികളുടെ ഒരു സംഘം വരികയാണ്. ശബരിമലയിലെ കീഴ്ശാന്തി ആണെന്ന് പറഞ്ഞു വരികയാണ്. അവരെ അന്നേരം ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ റെസിഡൻസിലെത്തി അവരെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് അഭിന് തന്നെ അറിയാമല്ലോ, അത്ര എളുപ്പത്തിലൊന്നും സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ഇവർക്ക് കിട്ടിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് KPCCക്ക് വ്യക്തതയുണ്ടോ? അല്ല, ഞാൻ നിഷയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ശബരിമലയിലെ കീഴ്ശാന്തിയുടെ കൂടെ ഒരു 7-8 പേരും, അവർ കീഴ്ശാന്തിയുമായി ബന്ധപ്പെട്ട 7-8 പേരാണെന്ന് വെക്കുക. അതേവരെ ഒരു ഡ്യൂബിയസ് റെക്കോർഡ് നമ്മുടെ മുമ്പിൽ ഇല്ലാത്തൊരു വ്യക്തി, അങ്ങനെ ഒരാള് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ കൊടുക്കണോ വേണ്ടയോ? പൊതുജന സമൂഹം നിങ്ങൾ ഉത്തരം പറ. കൊടുക്കണോ വേണ്ടയോ? ഇനി കൊടുക്കാതിരുന്നാൽ എന്താണ് നാളെ വരാൻ പോകുന്ന വിഷയം? ശബരിമലയിലെ കീഴ്ശാന്തി സോണിയാഗാന്ധിക്ക് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് അതുപോലും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഈ BJPക്കാർ നാളെ തന്നെ പ്രശ്നം ഉണ്ടാക്കില്ലേ? അതേവരെ ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഇല്ലാത്തൊരു വ്യക്തി, ഒരു ഡ്യൂബിയസ് റെക്കോർഡോ ഒരു പ്രശ്നമോ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇതേ 2016 കയറിയ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു പോലീസ് റിപ്പോർട്ടിൽ പരാമർശിച്ച ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇന്റലിജൻസ് റിപ്പോർട്ട് ചെല്ലില്ലേ? സോണിയാഗാന്ധിയുടെ അടുത്ത് ഇത്രയും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ഒരു റിപ്പോർട്ട് ചെല്ലില്ലേ? അപ്പോ ഇങ്ങനെ ഒരു വ്യക്തി ശബരിമലയിലെ കീഴ്ശാന്തിയും അവരുടെ കുടുംബാംഗങ്ങളും സോണിയാഗാന്ധിയെ കാണണമെന്ന് പറയുമ്പോ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തതിൽ എന്താ പ്രശ്നം? നിങ്ങൾ പറ. ആര് കൊടുത്താൽ എന്താ പ്രശ്നം? അതേവരെ ഒരു ഡ്യൂബിയസ് റെക്കോർഡ് ഇല്ലാത്തൊരു വ്യക്തി. ഇനി 2019 ശേഷമാണ് ഈ വിഷയം വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് മറുപടി പറയാൻ അതിനകത്ത് ലയബിളാണ്. കാരണം എന്താ? അയാൾക്കൊരു ഡ്യൂബിയസ് റെക്കോർഡ് ഉണ്ട്, അയാളുടെ പേരിൽ ഒരു ഡ്യൂബിയസ് റെക്കോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ലാതെ ശബരിമലയിലെ കീഴ്ശാന്തിയായി ഇതേ ഇടതുപക്ഷക്കാർ തന്നെ വാഴിക്കുന്ന ഒരു വ്യക്തി ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ ഈ പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ശരിവെച്ച ദിവസമാണ് ഇന്ന് വിധിന്യായത്തിലൂടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് സുപ്രീം കോടതിയുടെ വിധിന്യായം തന്നെയാണ്. കാരണം ശ്രീ KP ശങ്കർദാസ് എന്ന ദേവസ്വം ബോർഡിന്റെ മുൻ അംഗം, അദ്ദേഹം ഹൈക്കോടതി വിധിയിന്മേലുള്ള അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ കമന്റിന്മേലുള്ള ഒരു അപ്പീലിന്മേലാണ് സുപ്രീം കോടതിയിൽ പോയത്. പക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ ചെന്ന വഴിയെ ഈ അപേക്ഷ കൊടുത്തതിന്റെ ആദ്യത്തെ പ്രതികരണം നിങ്ങൾ ദൈവത്തെ പോലും കട്ടെടുത്തുവല്ലേ എന്നുള്ള ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ വരെ മോഷണം നടത്തി എന്നുള്ള വളരെ കൃത്യമായ വിവരം കോടതി മുറികളിലും കോടതികളിലുമെല്ലാം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ രേഖകൾ അങ്ങനെയാണ് സമർത്ഥിക്കുന്നത്. 2, അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിനെതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ പരാമർശം നീക്കം ചെയ്യണമെന്നുള്ളതായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് നീക്കം ചെയ്തില്ല എന്നത് മാത്രമല്ല, താങ്കളോടുള്ള ആകെയുള്ള ഒരു അനുകമ്പ എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രായം മാത്രമാണ് എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളി വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തെ അടക്കമുള്ള അടുത്ത ഘട്ടത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്ന് വന്ന പ്രസ്താവമാണ്. അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് 2 കേസുകളാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3700/25 3701/25. ഒരു കേസിൽ 9 പേരെ അറസ്റ്റ് ചെയ്തു, മറ്റൊരു കേസിലും 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള പ്രതികളെ കണ്ടെത്താനുണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട SIT ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷ.
ഇന്ന് കോടതിയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 തരത്തിലുള്ള അന്വേഷണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT നടത്തുന്നത്. അത് സ്വർണ്ണപ്പാളികൾ, അത് ദ്വാരപാലക ശില്പത്തിന്റെ മാത്രമല്ല, മറിച്ച് അത് കട്ടിൽപ്പാളികൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തത് സംബന്ധിച്ച്, ദ്വാരപാലക ശില്പത്തെ സംബന്ധിച്ച്, അതിന്റെ സൈഡ് പ്ലേറ്റ് സംബന്ധിച്ച്, 2025 അത് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സംബന്ധിച്ച്, ഇങ്ങനെ 4 തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവത്തിലൂടെ അന്വേഷണം മുൻപോട്ട് പോകട്ടെ, ഇല്ലെങ്കിൽ സമയം നീട്ടിക്കൊടുക്കുകയുണ്ടായി. കാരണം ഇതേവരെയുള്ള അന്വേഷണം ആ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതേവരെയുള്ള അന്വേഷണം നടത്തി അന്വേഷണ സംഘം പിടികൂടിയ വ്യക്തികൾ, ചോദ്യം ചെയ്ത വ്യക്തികളൊക്കെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മോഷണവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തവരാണ് എന്ന് ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവത്തിലൂടെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ശ്രീ പത്മകുമാർ കള്ളനാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി പ്രസ്താവവും SITയുടെ അന്വേഷണവും ഇന്ന് ശരിവെക്കുകയാണ്. 2, ശ്രീ N. വാസു, അദ്ദേഹവും ഈ ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ട് കള്ളത്തരം കാണിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. 3, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ ബന്ധമുണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ വേണ്ടി വന്നത് എന്നുള്ളതും ഇന്ന് വളരെ വ്യക്തമാകുകയാണ്. 4, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വിധി പ്രസ്താവത്തിലെ 8ാം പാരഗ്രാഫിൽ ഒരു കാര്യവും കൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട്. അനാവശ്യമായ നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ ഇവിടെ പലരും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അനാവശ്യമായ നെറേറ്റീവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്? അത് ശ്രീ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരമാണ്. ഇതേവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതേവരെ ഏതെങ്കിലും മൊഴികളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും SITയും ഇതേവരെ നടത്തിയ അന്വേഷണത്തിൽ അടൂർ പ്രകാശിന്റെ പേരില്ലാത്തത് കൊണ്ട് തന്നെ ആ നരേറ്റീവുകൾ ഇവിടെ ബോധപൂർവ്വം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനെ കൂടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിമർശിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ CPMന്റെ സഖാക്കന്മാരൊക്കെ ഇന്ന് അഴിക്കുള്ളിൽ കിടക്കുന്നത് സത്യമാണെന്നും ശരിയാണെന്നും SITയും ഹൈക്കോടതിയും ശരിവെക്കുന്നതിനോടൊപ്പം തന്നെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ഉന്നതിയിലേക്ക് ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിക്രമത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ 6 മാസത്തെ അല്ലെങ്കിൽ 6 ആഴ്ചത്തെ ഈ അന്വേഷണത്തിന്റെ കൂടുതൽ സമയം അനുവദിക്കലൂടെ വന്നിരിക്കുന്നത്. അത് പ്രതിപക്ഷം പറഞ്ഞത് മുഴുവൻ ശരിവെക്കുന്ന നടപടിയാണ്. കോടതി പറഞ്ഞിരിക്കുന്ന നിരീക്ഷണം കൂടി വായിക്കണം. 12ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഹൗവർ റിപ്പോർട്ടഡ് ദാറ്റ് ദ ഓഫീസേഴ്സ് കൺസേൺഡ് ആർ കോമ്പിറ്റന്റ്, ട്രസ്റ്റ്വർത്തി ആൻഡ് ഇൻഡസ്ട്രിയസ് ആൻഡ് ദാറ്റ് വിതൗട്ട് സ്ട്രെങ്തനിങ് ദ ടീം ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ടു ക്യാരി ഔട്ട് ആൻ ഇഫക്റ്റീവ് ആൻഡ് ടൈംലി ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. അതായത് നിങ്ങൾ CPMന്റെ ഒറ്റുകാരാണ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ അങ്ങനെയല്ല എന്നുകൂടി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണം കൂടുതൽ ഇടങ്ങളിലായിട്ട് വ്യാപിപ്പിക്കാൻ, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാൻ വേണ്ടി 2 ഉദ്യോഗസ്ഥർ വേണമെന്ന് പറയുമ്പോൾ അതൊരു ന്യായമായ കാര്യമാണെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്താണ്, കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തൊട്ടു മുമ്പിലത്തെ വിധി പ്രസ്താവം എന്താണ്? ഉന്നതരെ ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉന്നതരിലേക്ക് അന്വേഷണം ചെല്ലുന്നില്ല എന്നുള്ളതായിരുന്നു. അത് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം എന്താ? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ടുകൊണ്ട് കൂടുതൽ ഉന്നതരിലേക്ക് ചോദ്യം ചെയ്യൽ പോകരുത് എന്നുള്ളൊരു അനൌദ്യോഗിക നിർദ്ദേശം ഉണ്ടായി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വാദഗതി. ആ വാദഗതി ശരിവെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ തവണത്തെ വിധി പ്രസ്താവത്തിൽ പറഞ്ഞത് ഇത് കൂടുതൽ ഉന്നതരിലേക്ക് ചോദ്യം ചെയ്യൽ പോകുന്നില്ല, കൂടുതൽ ഉന്നതരെ കണ്ടെത്തുന്നില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പറയുന്നത് ശരിയായിരുന്നു എന്നുള്ളതാണെന്ന് കഴിഞ്ഞ ഹൈക്കോടതി വിധി പ്രസ്താവം പറയുന്നത്. ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതിനപ്പുറമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണത്തെ വഴിതെറ്റിച്ചു വിടാൻ ശ്രമിക്കുന്നു, ഗതി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആരോപണം. ആ ആരോപണം ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയാണ് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധി പ്രസ്താവം ഇന്ന് വന്നിരിക്കുന്നത്.